കേരളത്തിലെ എല്ലാ ജനങ്ങളും കണ്ണിൽ എണ്ണയൊഴിച്ചുകൊണ്ട് ഇലക്ഷൻ ദിവസത്തിന് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ ആ ഇലക്ഷൻ കഴിഞ്ഞു. ഇനി റിസൾട്ട്. നീണ്ട 25 ദിവസത്തിന് ശേഷമാണ് റിസൾട്ട് പ്രഖ്യാപിക്കുക. എന്ത് പിണ്ണാക്കിലാണ് 25 ദിവസം? പ്രതിപക്ഷമാണെങ്കിൽ ചോദിക്കുന്നുമില്ല, അധികാരികളാണെങ്കിൽ മൊഴിയുന്നുമില്ല. പക്ഷെ ജനങ്ങൾക്ക് ആകാംക്ഷയുണ്ട്, ജനങ്ങൾക്ക് ഭയമുണ്ട്. ജനങ്ങളുടെ ഭയത്തിന് എന്താണ് കാരണം? ഈ വീഡിയോ കാണൂ. 2024 ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 17.19 ലക്ഷം വോട്ടർമാർ അസാധാരണമാം വിധം അർദ്ധരാത്രിയിൽ വോട്ടു ചെയ്തുവെന്നതാണ് വിവാദത്തിന്റെ അടിസ്ഥാനം. പോളിംഗ് ദിവസം വൈകുന്നേരം 5 മണിക്ക് 68.04% വോട്ടിംഗ് നില അർദ്ധരാത്രിയോടെ 76.50% പുതുക്കപ്പെട്ടു. പിന്നീട് 4 ദിവസത്തിന് ശേഷമാണ് 81.79% എന്ന അന്തിമ വോട്ടിംഗ് ശതമാനം തെരഞ്ഞെടുപ്പ് അധികൃതർ പ്രഖ്യാപിച്ചത്. അധികൃതരുടെ ഈ തിരുത്തൽ പ്രഖ്യാപനങ്ങളിലെ ദുരൂഹതയിലേക്കാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ പരകാല പ്രഭാകർ വിരൽ ചൂണ്ടുന്നത്. രാത്രി 8 മണിക്കും പുലർച്ചെ 2 മണിക്കുമിടയിൽ 52 ലക്ഷം പേരാണ് വോട്ട് ചെയ്തത്. അർദ്ധരാത്രി 12 മണിക്കും പുലർച്ചെ 2 മണിക്കുമിടയിൽ ഏകദേശം 17.19 ലക്ഷം വോട്ടുകൾ, അതായത് ആകെ വോട്ടിന്റെ 4.16% രേഖപ്പെടുത്തിയതായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്ക്. 3500 ബൂത്തുകളിൽ രാവിലെ 2 മണിവരെ വോട്ടെടുപ്പ് തുടർന്നു. അതായത് അർദ്ധരാത്രിക്ക് ശേഷം ചില ബൂത്തുകളിൽ ഓരോ 6 സെക്കൻഡിലും ഓരോ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ നിരത്തി സാമ്പത്തിക വിദഗ്ധൻ പരകാല പ്രഭാകർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു വോട്ട് ചെയ്താൽ EVM-ൽ അടുത്ത വോട്ട് രേഖപ്പെടുത്താൻ 14 സെക്കൻഡ് സമയമെടുക്കും. പിന്നെ എങ്ങനെ 6 സെക്കൻഡ് കൊണ്ട് വോട്ട് രേഖപ്പെടുത്താനാകും? കണ്ടില്ലേ, 2024 ആന്ധ്രാപ്രദേശിൽ നടന്ന ഇലക്ഷനാണ്. ഇതിൽ ലക്ഷങ്ങളുടെ വോട്ടാണ് തിരിമറി നടന്നിരിക്കുന്നത്, അതും BJP-യിലേക്ക്. ഇതൊക്കെ ചോദിക്കാൻ പ്രതിപക്ഷത്തിന് നാവില്ല, പക്ഷേ ജനങ്ങൾക്ക് അധികാരവുമില്ല. അധികാരമുള്ള പ്രതിപക്ഷങ്ങൾ മൗനമായിട്ടിരിക്കുകയാണ്. ഗുജറാത്ത് കലാപത്തിന് ഇങ്ങനെ മൗനമായിരുന്നതിൻ്റെ പ്രതിഫലമാണ് ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്നത്. അല്ലയോ പ്രതിപക്ഷമേ, നിങ്ങളെ വിശ്വസിച്ച് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് നിങ്ങളുടെ പിന്നിലുള്ളത്. നിങ്ങൾ ആ വായ തുറന്നൊന്ന് ചോദിക്കൂ, അല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കൂ. വോട്ട് ചെയ്ത ഈ പെട്ടികളെല്ലാം എങ്ങോട്ടാണ് പോകുന്നതെന്നും, ഈ പെട്ടികളിൽ ന്യായം ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ, ന്യായത്തിനും നീതിക്കും വേണ്ടി പോരാടുന്ന പാർട്ടികൾ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ വോട്ടെല്ലാം സുരക്ഷിതമാണോ എന്ന് പ്രതിപക്ഷമേ നിങ്ങൾ പരിശോധിക്കൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാം, നിങ്ങളുടെ കയ്യിൽ പണമുണ്ട്, പക്ഷേ സാധാരണപ്പെട്ട ജനങ്ങളുടെ കാര്യം കഷ്ടമാണ്. BJP-യോട് പ്രതിപക്ഷങ്ങൾക്കുള്ള തണുത്ത പ്രതികരണം ജനങ്ങളിൽ വൻ ഭീതി പരത്തുന്നു.